വാതിലിൽ ആരോ മുട്ടുന്നു. ഇത് EF മാത്യൂസ് പരാജയപ്പെട്ട ഒരു കഥയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സാറ് പറഞ്ഞതുപോലെ മാക്ബത്തില് ഷേക്സ്പിയർ കടാരയുടെ മൂർച്ചയാണ് കാണിക്കുന്നത്. EF മാത്യൂസിന്റെ ബ്ലൈഡിന്റെ മൂർച്ച ഉള്ളൂ. അത് ഷേക്സ്പിയറിന്റെ കടാരയുടെ മൂർച്ചയുടെ അടുത്തൊന്നും എത്തത്തില്ല. ഇതാണ് ആമുഖമായി എനിക്ക് പറയുവാനുള്ളത്. എന്നാൽ ഒരു നിഷ്കളങ്കനായ ബാലൻ അവന് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല. EF മാത്യൂസ് ആക്കിയിരിക്കുന്നത് അമ്മ വെട്ടേറ്റു മരിച്ചു, മകനെ പോലീസ് തിരയുന്നു. പത്രവാർത്തകൾ എന്തെല്ലാം വരും. കൊലപാതകങ്ങള് ജലസമാധിയാണ്. ഇനി CBIയും മറ്റേ ആരൊക്കെ അന്വേഷിച്ചാലാണ് അതിന്റെ യഥാർത്ഥ അടക്കാൻ കഴിയുന്നത്. ഇത് ഈ സത്യങ്ങളൊന്നും EF മാത്യൂസിന്റെ തലയിലോട്ട് എത്തിയിട്ടില്ല. ആ പരാജയമാണ് അദ്ദേഹം ആ പയ്യനാണ് ഈ കൊലയെല്ലാം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അമ്മയെ പറ്റി കഷ്ണങ്ങളാക്കി എന്നൊക്കെ പറയുന്നു. സത്യത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ ഒരു ഗുമസ്തൻ റിട്ടയറായി കഴിഞ്ഞാൽ അവന്റെ വൈഫ് തീരാ രോഗം പിടിപെട്ട് 4-5 കൊല്ലം കിടക്കുകയാണെങ്കിൽ അത് കണ്ടു വളരുന്ന ഒരു 17 വയസ്സുകാരന് ഒരിക്കലും ഒരു കൊലയും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലും ഇന്നത്തെ കുട്ടികളെ നമ്മുടെ നിയമം വിശകലനം ചെയ്ത ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടികളെന്ന്. പാർട്ടികൾക്ക് എന്ത് ശക്തി? പാർട്ടികളുടെ ശക്തി നമ്മളിപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ. നിങ്ങള് പറയുന്നിടത്തല്ല യുവതലമുറയുടെ പോക്ക്. നമ്മളെല്ലാം 60 കഴിഞ്ഞവരാണ്, 60 അടുത്തവരും, 60 കാലഘട്ടത്തിൽ ജീവിച്ചവരുമാണ്. അവരുടെ മസ്തിഷ്കത്തിൽ വരും ഇന്നത്തെ കുട്ടികൾ എല്ലാം പാട്ടുകളാണ്. പക്ഷേ അവർ നിഷ്കളങ്കരും നമ്മൾക്കാൾ ശക്തന്മാരുമാണ്. അവർക്ക് അവസരം കിട്ടിയാൽ അവരത് തെളിയിക്കും. നമ്മള് അവർക്ക് അവസരം കൊടുക്കാതെ അവരെ നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റി പല ദേശത്തേക്കും അയക്കുകയും പിന്നെ അവരെ മുദ്ര കുത്തും. അവര് കഞ്ചാവിന് അടിമകളാണ്. എവിടെയെങ്കിലും അത് കഞ്ചാവിന് അടിമയാക്കുന്നവരാണ് 60 കഴിഞ്ഞവര്. കുഞ്ഞുങ്ങളല്ല 60 കഴിഞ്ഞവരെ കഞ്ചാവിന് അടിമയാക്കുന്നത്. ചിന്തിച്ചു പോയാൽ അവിടെ എത്തും നമ്മൾ. രാഷ്ട്രീയത്തിന്റെ 60 കഴിഞ്ഞ് ആഘോഷിക്കുന്ന അധികായന്മാരായിരിക്കും ഇന്നത്തെ കുഞ്ഞുങ്ങളെ കഞ്ചാവിനും മറ്റുമൊക്കെ അടിമയാക്കുന്നത്. അത് എക്സെപ്ഷണൽ കേസ്. അതല്ല, ഭൂരിഭാഗം വിദ്യാർത്ഥികളും നിഷ്കളങ്കരും സ്നേഹം നമ്മളെക്കാളെല്ലാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സ്നേഹിക്കുന്നവരാണ്. അത് കലാലയങ്ങളിൽ ചെന്നാൽ കാണാം. കലാലയങ്ങളിൽ ക്രിമിനാലിറ്റി കടത്താൻ ചെന്നപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ കണ്ടാണ് പെൺകുട്ടികളാണ് കലാലയത്തിലെ ക്രിമിനാലിറ്റിയെയും ഇരുട്ടല്ല ഇടിമുറികളെയും തൂത്തെറിഞ്ഞത്. അപ്പൊ അവര് ഈ ആ പാർട്ടികൾക്ക് ശക്തിയില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ശക്തിയില്ലാത്തത് ഈ 60 കഴിഞ്ഞവർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.